ജനാധിപത്യ സമൂഹത്തിനകത്ത് ഏത് സണ്ണി കവിക്കാടനും ഏത് കടമനിട്ടയ്ക്കും മത്സരിക്കാനും അവകാശമുണ്ട്. അതിന് അശോകൻ ചെരുവിൻ്റെ വീട്ടിൽ പോയിട്ട് സമ്മതം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ദളിതരോടുള്ളൊരു പുച്ഛവും പരിഹാസവും ഒക്കെയാണ് അശോകൻ ചെരുവിനെ പോലുള്ള വലിയ എഴുത്തുകാരെ പോലും നയിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മളിത് കാണേണ്ടതുണ്ട്. അപ്പോൾ അംബേദ്കർ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു ദളിതന്റെ യഥാർത്ഥ പ്രതിനിധി എന്ന് പറയുന്നത് ദളിത് സാമുദായികതയുടെ രാഷ്ട്രീയം പറയുന്ന ആളാവണോ അല്ലെങ്കിൽ പേരുകൊണ്ട് ദളിതനായാൽ മതി. പരമ്പരാഗത ഇടതുപക്ഷം ഇപ്പോൾ ഇടത്തരക്കാരിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അവർക്ക് കയർതൊഴിലാളിയുടെ പ്രശ്നമല്ല, ബീഡി തൊഴിലാളിയുടെ പ്രശ്നമല്ല, മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നമല്ല. CPIക്കകത്ത് ഏറ്റവും കൂടുതൽ അന്തഛിദ്രമുള്ള ഒരു മണ്ഡലമാണ് വൈക്കം. CPI അവിടെ വളരെ ദുർബലപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യർ സണ്ണിയെ പിന്തുണച്ച് അവിടെ പ്രവർത്തനത്തിൽ എത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. UDF ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികളെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മീഡിയ വൺ ഒരു വാർത്ത പുറത്തുവിട്ടു. വൈക്കം മണ്ഡലത്തിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ള സണ്ണി എം കവിക്കാട് വൈക്കം മണ്ഡലത്തിൽ നിന്ന് UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നൊരു വാർത്ത മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള അശോകൻ ചെരുവിൽ പ്രതികരിച്ചു. പല ആളുകളും മീഡിയ വൺ ഒരു മൗദൂദി ചാനൽ ചില കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന രീതിയിലുള്ള വിദ്വേഷ പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു അത് നടക്കില്ലെന്ന് നമുക്കറിയില്ല, അതിന് പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അതുണ്ടാക്കിയ പ്രതികരണം വളരെ പ്രധാനപ്പെട്ട ചില സൂചകങ്ങളാണെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്? അത് അത്ഭുതകരമാണ്. കാരണം കേരളത്തിലൊരു മുന്നണിയും സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചിട്ടില്ല, മണ്ഡലങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇതൊരു വാർത്ത മാത്രമാണ്. സണ്ണി കവിക്കാടിനെ സ്വതന്ത്രനാക്കിയിട്ട് UDF വൈക്കം മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അതിനകത്ത് അങ്ങനെ ഒരു ഇടതുപക്ഷ ക്യാമ്പിൽ ഭയപ്പാടുണ്ടാക്കേണ്ട യാതൊരു കാര്യം അതിനകത്തില്ല. കാരണം ഏതൊക്കെ മണ്ഡലങ്ങൾ എന്തായാലും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവുമല്ലോ. സംവരണ മണ്ഡലങ്ങളിലാണെങ്കിൽ ദളിതരാണ് സ്ഥാനാർത്ഥികളായിട്ട് വരിക. സ്വാഭാവികമായിട്ടും വൈക്കത്ത് CPI ആണ് മത്സരിക്കാറ്, കുറേ കാലം ജയിക്കാറ് അവരാണ്. അവിടെ സണ്ണിക്ക് പരിചയമുള്ളൊരു സ്ഥലമായതുകൊണ്ട് സണ്ണി മത്സരിച്ചാൽ ചിലപ്പോൾ ഒരു ജയസാധ്യതയുണ്ട്. ഇപ്പം എല്ലാ മുന്നണികളും ശ്രമിക്കുക ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സണ്ണിക്ക് മാത്രം എന്താണ് ഒരു പ്രശ്നം? സണ്ണി കവിക്കാട് മത്സരിക്കുമ്പോൾ എന്തിനാണ് അശോകൻ ചെരുവിലിന് ക്ഷോഭം വരുന്നതെന്നുള്ളൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ദളിതരോടുള്ളൊരു അവജ്ഞയും പുച്ഛവും പരിഹാസവും ഒക്കെയാണ് അശോകൻ ചെരുവിലിനെ പോലുള്ള വലിയ എഴുത്തുകാരെ പോലും നയിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മളിത് കാണേണ്ടതുണ്ട്. ദളിതർ എവിടെയെങ്കിലും ഉയർന്നു വരിക, ദളിതർ സ്വന്തം നിലയ്ക്ക് അവരുടെ ഐഡൻറ്റിറ്റി പ്രഖ്യാപിക്കുക, അവരെഴുതുകയോ ആശയങ്ങൾ സ്വന്തമായിട്ട് പറയുകയോ ചെയ്യുക, സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്തുക, അതൊന്നും അശോകനെ പോലുള്ള സവർണ ബുദ്ധിജീവികൾക്ക് ഇഷ്ടമല്ല. ഒരു ഇഴവനും കൂടിയാണ് കേട്ടോ. ഇഷ്ടമല്ല. അത് ഒരു ഇഴവനാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് ഇഴവർക്കുള്ള ഒരു ദളിത് വിരോധം കൂടി അതിനകത്ത് ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോവിഡ് കാലത്ത് സാമൂഹ്യ അകൽച്ച പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ തൃശ്ശൂരിൽ നിന്ന് പുരോഗമന കലാസാഹിത്യ സംഘക്കാർ ഷൂട്ട് ചെയ്തിരുന്നു. രാവുണ്ണിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അശോകൻ ചെരുവിലാണ് അന്ന് പൂക്കാസയുടെ വലിയ നേതാവ്. അപ്പോൾ അതിൽ വന്നൊരു തമാശ, ഈ അയിത്തത്തിനൊക്കെ ചില ഗുണകരമായ കാര്യങ്ങളുണ്ട് ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു നമ്പൂരി അതിനകത്ത് കഥാപാത്രമാണ്. അവരുടെ മാനസികാവസ്ഥ അതാണ്. അയിത്തൊക്കെ വലിയ മെച്ചമുള്ളൊരു കാര്യമാണ്, സനാതന ധർമ്മത്തിൻ്റെ ഭാഗമാണ്. അത് കോവിഡ് കാലത്തായാലും അല്ലെങ്കിലും അതിന് ഗുണമുണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ചിന്താഗതിയിൽ നിന്ന് വരുന്ന വളരെ വിഷലിപ്തമായ ഒരു പ്രതികരണമായിട്ട് മാത്രമേ നമ്മൾ ഇതിനെ കാണേണ്ടതുള്ളൂ. അതിനുള്ള മറുമരുന്ന് എനിക്ക് തോന്നുന്നത് KK കൊച്ചേട്ടൻ്റെ ആത്മാത ദളിത് എന്നുള്ള പുസ്തകം അശോകൻ ചെരുവിൽ ഒന്നുകൂടി വായിക്കുന്നതാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് ദളിതരുടെ ജീവിതാവസ്ഥ രൂപപ്പെടുന്നത്, ദളിതർ എന്തൊക്കെ പ്രതിസന്ധിയാണ് ജീവിതത്തിൽ നേരിടുന്നത്. ഇടതുപക്ഷ സമീപനുണ്ടായിരുന്ന ആളാണ് കൊച്ചേട്ടൻ. പല ഘട്ടങ്ങളിലും അദ്ദേഹം CPIയുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ കൊച്ചേട്ടൻ പോലും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ആ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന മനുഷ്യരെ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള സൂചനയാണ്. അത് അശോകൻ ഒന്നുകൂടി വായിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി. എനിക്ക് തോന്നുന്നത് സണ്ണി എം കവിക്കാടിനെ ഇത്രയും മത്സരരംഗത്തേക്ക് വരുമ്പോൾ അത് ഒരുപാട് സൂചനകൾ അത് നൽകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്നാമതായിട്ട് സാധാരണഗതിയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും ഏത് മുന്നണിയും അവരുടെ സ്ഥാനാർത്ഥികളെ അവർക്ക് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തുക പതിവാണ്. സംവരണ മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും സവർണർക്കൊന്നും മത്സരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിവൃത്തിയില്ലാതെ ദളിതരെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട വ്യത്യാസം,
സണ്ണിം കബിക്കാടിനെ പോലെയുള്ളവരെ നിർത്തുമ്പോൾ അദ്ദേഹം ദളിത് സാമുദായികതയെക്കുറിച്ച് വളരെയേറെ ശക്തമായി വാദിക്കുകയും ശക്തമായ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുകയും ദളിത് സാമുദായിയുടെ രാഷ്ട്രീയം പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ UDFിൻ്റെ മൊത്തത്തിലുള്ള ചില നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും CK ജാൻ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യമുന്നണിയുടെ ഭാഗമാക്കി മാറ്റുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം അവരുടെ സ്വത്വപരമായ പ്രത്യേകതകളുടെ ഭാഗമായിട്ട് സാമുദായികതയുടെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിന് നൽകുന്ന ഒരു സമ്മതിയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന ഒരു പൊസിഷനെ കൂടി അത് ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. ഒരു ഭാഗത്ത് ഇടതുപക്ഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ ഇപ്പം NSS ആണെങ്കിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ സംവരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ അവരായിട്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നുണ്ട്. സംവരണത്തിൻ്റെ നിലപാടിൽ ഇടതുപക്ഷത്തിന് യോജിപ്പാണ്. അപ്പം ശരിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, ഇടതുപക്ഷം ഇപ്പോൾ ജാതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിവിധ ജാതികളുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ, ശബരിമല അയ്യപ്പ സംഗമത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജാതികളുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ ശ്രമം കണ്ടിരുന്നു. അപ്പോൾ ജാതികളെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ള പൊസിഷൻ നമ്മളിവിടെ ഇടതുപക്ഷം എടുക്കുമ്പോൾ സമുദായങ്ങളുടെ ഒരു രാഷ്ട്രീയം, സമുദായങ്ങളുടെ രാഷ്ട്രീയവും ജാതിയുടെ രാഷ്ട്രീയം തമ്മിൽ വ്യത്യാസമുണ്ട്. സമുദായങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജാതിവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ആ സമയത്ത് ജാതി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഹിന്ദു സവർണ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ബലാബലങ്ങൾ, ഈ ബലാബലങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഓരോ പ്രദേശത്തും ജാതിയുടെ അടിസ്ഥാനത്തിലാണ്, അതും പ്രത്യേകിച്ച് സവർണ വിഭാഗങ്ങളുടെയും പല വിഭാഗങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കാറുള്ളത്. പലപ്പോഴും അത് ജാതിയെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് അത് ഉണ്ടാവാറുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ CK ജാനുവിനെ ആ രീതിയിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ, സണ്ണിയം കബിക്കാടിനെ ആ രീതിയിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ, അതിൽ സമുദായങ്ങളുടെ ഒരു രാഷ്ട്രീയത്തിന് നൽകുന്ന അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ UDF ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അംബേദ്കർ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു ദളിതൻ്റെ യഥാർത്ഥ പ്രതിനിധി എന്ന് പറയുന്നത് ദളിത് സ്ഥാനാർത്ഥി ആയാൽ മാത്രം മതിയോ? അത് ദളിത് സാമുദായികതയുടെ രാഷ്ട്രീയം പറയുന്ന ആളാവണോ, അല്ലെങ്കിൽ പേര് കൊണ്ട് ദളിതനായാൽ മതിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ആരാണ് യഥാർത്ഥ പ്രതിനിധി എന്ന പ്രശ്നം അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, പലപ്പോഴും പല ആളുകളും, തീർച്ചയായിട്ടും ഏത് പാർട്ടിയിൽ നിന്നും കൂടുതൽ ദളിതരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ രംഗത്തുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അത് പ്രധാനപ്പെട്ട കാര്യമായിരിക്കുമ്പോൾ തന്നെ ദളിത് വിഭാഗങ്ങൾ മറ്റു വിഭാഗങ്ങളുടെ പിന്നിൽ നിൽക്കേണ്ടവരല്ലെന്ന നിലപാടെടുക്കുന്ന ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമ്മളതിനെ മനസ്സിലാക്കണം. ഇവിടെ സണ്ണിയം കബിക്കാടിനോടുള്ള ഇയാളൊരു പ്രശ്നം ആശയോടില്ലാത്തൊരു പ്രശ്നമാണ്. ആശ എന്ന് പറയുന്ന ആ നേരത്തെ ഉണ്ടായിരുന്ന MLA, CPIയുടെ MLA ഒരു ദളിതാണ്. അവരോടില്ലാത്ത പ്രശ്നം തന്നെയാണ് സണ്ണിയം കബിക്കാടിനോട് ഉണ്ടാകുന്നത്. അതിന് കാരണം ആശ CPIയുടെ എല്ലാ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കും, എന്നാൽ സണ്ണിയം കബിക്കാടാൻ ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ അത് KK ബാബുരാജൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റുള്ളവരുടെ വോട്ട് ബാങ്ക് ആയി നിൽക്കുക എന്ന് പറയുന്നത്, അതായത് ഇതര വിഭാഗങ്ങളുടെ വോട്ട് ബാങ്കായി മാത്രം ഒരു വിഭാഗം നിൽക്കുന്നതിന് പകരം സ്വന്തം രാഷ്ട്രീയ അസ്തിത്വം മുൻകൈ സ്ഥാപിച്ചെടുത്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് നൽകുന്ന അംഗീകാരമാണ് സണ്ണിയം കബിക്കാടിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. ഇതിനോടാണെന്ന് തോന്നുന്നു CPM-ന് ഇപ്പോൾ പ്രശ്നമുണ്ടായിട്ടുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി, ഇന്നത്തെ ഒരു പോസ്റ്റ്, ഇത് ഇന്നലത്തെ പോസ്റ്റായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്നൊരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട്, അശോകൻ ചെരുവിൽ. അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പുകളും സാമുദായിക ധ്രുവീകരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ പറയുന്നത്, അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയമാണ് ഈ സജി ചെറിയാൻ്റെ ഒരു പ്രസ്താവന. സജി ചെറിയാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, നമ്മൾ സ്ഥാനാർത്ഥികളുടെയും വിജയിച്ചവരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വർഗീയതയുടെ തീവ്രത മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് സജി ചെറിയാൻ കാസർഗോഡത്തെയും മലപ്പുറത്തെയും ഇത് വെച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഇതിനെ കോട്ട് ചെയ്തുകൊണ്ട് അശോകൻ ചെരുവിൽ പറയുന്നത്, അത് ഈ പ്രദേശങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കരുത്, കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ജാതി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് നിൽക്കുന്നതെന്നാണ്.
കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ കൂടുതൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറി എന്നുള്ളതാണ് സജി ചെറിയാൻ പറയാൻ ഉദ്ദേശിച്ചത്. അവിടെ മാത്രമല്ല, മുസ്ലിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ജയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജയിച്ചിട്ടുണ്ട്, പല ജില്ലകളിലും ജയിച്ചിട്ടുണ്ട്, വയനാട്ടിലുണ്ട്. അപ്പോൾ ഇതിൽ മുസ്ലിങ്ങൾ ജയിക്കുമ്പോൾ എന്തോ ഒരു അസ്വാഭാവികമായ കാര്യം എന്നൊക്കെയാണ്. മുസ്ലിങ്ങൾ ഇന്ത്യയിലെ പാർലമെൻ്ററി വ്യവസ്ഥയ്ക്കകത്ത് എല്ലാ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളും സ്വീകരിച്ച് ജീവിക്കുന്ന സമൂഹമാണ്. അവരെന്തെങ്കിലും കുഴപ്പം കാണിച്ച ആളുകളല്ല. മുസ്ലിം ലീഗിനെ ആദ്യമായിട്ട് രാഷ്ട്രീയ വേദിയിലേക്ക് കൊണ്ടുവന്നത് EMS ആണ്. 67 സപ്തകക്ഷി മന്ത്രിസഭ രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. പിന്നീടും മുസ്ലിം സമുദായത്തിനകത്ത് വന്നിട്ടുള്ള എല്ലാ വിഭജനങ്ങളിലും CPM അതിൻ്റെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കി ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് മദനി PDP ഉണ്ടാക്കിയപ്പോൾ PDP ആയിട്ട് ഐക്യം ഉണ്ടാക്കി, ഇപ്പോഴും ഐക്യമുണ്ട്. സേട്ടു സാഹിബ് INL ഉണ്ടാക്കിയപ്പോൾ INL-ഉമായിട്ട് ഐക്യം ഉണ്ടാക്കി, INL-ലെ MLA-മാരെയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ആ മുസ്ലിം സമുദായത്തിനകത്ത് എവിടെയൊക്കെ പിളർപ്പുകൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ അതിനെ ലീഗിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് പല ഘട്ടങ്ങളിലും വെൽഫെയർ പാർട്ടിയായിട്ട് അതിനു മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട്, വോട്ട് വാങ്ങിയിട്ടുണ്ട്, ഒരുമിച്ച് വേദി പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴാണ് സജി ചെറിയാനെ പോലൊരു CSI ക്രിസ്ത്യാനിക്ക് മുസ്ലിങ്ങൾ ഒരു പ്രശ്നമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് ഒരു പ്രശ്നമായിട്ട് മാറുന്നത്, NSS-ന് ഒരു പ്രശ്നമായിട്ട് മാറുന്നത്? NSS പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, ഭാവിയിൽ പറയായിരിക്കും. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സണ്ണി കവിക്കാടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മുസ്ലിം ഒന്നുമല്ല, മുസ്ലിം ലീഗുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല, ജമാഅത്ത് ഇസ്ലാമിയായിട്ടും ബന്ധമില്ല. അദ്ദേഹം ഒരു ദളിത് സമുദായവൽക്കരണത്തിന് വേണ്ടി വാദിക്കുന്നയാളാണ്. ദളിതരുടെ ദൗർബല്യം എന്ന് പറയുന്നത് അവർ ഒരു സമുദായമായി മാറിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന ആളാണ്. നായർ സമൂഹം അങ്ങനെയായിരുന്നു. മന്നത്ത് പത്മനാഭൻ ഒരു നേതാവായി വരുന്നതിന് മുമ്പ് നായർ സമൂഹം ചെതറിക്കിടന്നെന്നാണ്. മന്നത്ത് പത്മനാഭനും കേളപ്പനും ചേർന്ന് NSS രൂപീകരിച്ചതിന് ശേഷമാണ് ഒരു സമുദായവൽക്കരണത്തിലേക്ക് പോകുന്നത്. SNDP അതേ രീതിയിൽ തന്നെയായിരുന്നു. സമുദായവൽക്കരണത്തിലേക്ക് പോയ വിഭാഗങ്ങൾ വലിയ ആധിപത്യം നേടുകയും അധികാരത്തിൽ പങ്കാളിത്തം നേടുകയും സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോവുകയും സാമൂഹ്യ മേധാവിത്വം ഉറപ്പിക്കുകയും ചെയ്തപ്പോൾ ദളിതർ ഒരുപക്ഷെ നായന്മാരെക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ദളിത് വിഭാഗങ്ങൾ ഇപ്പോഴും ദുർബലരായി നിൽക്കുകയാണ്. അവർ സമുദായവൽക്കരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സമുദായവൽക്കരണം വേണം എന്ന് ബാധിക്കുന്ന ആളാണ് സണ്ണി. അദ്ദേഹം അംബേദ്കർ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിലുള്ള വേവലാതി നമുക്കത് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം വേവലാതിപ്പെടുന്നത്? ഗീതാനന്ദൻ മത്സരിച്ചാൽ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? CK ജാനു മത്സരിക്കുമ്പോൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? നമ്മൾ ജാനുവിൻ്റെയൊക്കെ കാര്യത്തിൽ ജാനു ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ വന്ന ഒരാളാണ്. ജാനു BJP-ആയുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് AKG സെൻറ്ററിലും MN മന്ദിരത്തിലുമൊക്കെ കയറി ഇറങ്ങിയ ആളാണ്. അവർ മുന്നണിയിൽ എടുത്തില്ല ജാനുവിനെ. ഇപ്പോൾ ജാനു കോൺഗ്രസുമായിട്ട് ഐക്യപ്പെട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണ്, ചിലപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നേക്കാം. അപ്പോൾ അടിത്തട്ടിലെ ജനവിഭാഗങ്ങളിൽ നിന്ന് നേതാക്കൾ ഉയർന്നു വരുമ്പോൾ അവർക്ക് വലിയ അസ്വസ്ഥതയാണ്. അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അവരെന്തിനാണ് അങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പിണറായി വിജയൻ്റെ വലിയ മന്ത്രിസഭയ്ക്കകത്ത് ഒരു പട്ടികജാതിക്കാരൻ മന്ത്രിയായിട്ടില്ല. അതൊരു ചെറിയ കാര്യമല്ല. 11% വരുന്ന പട്ടികജാതിക്കാർക്ക് കേരളത്തിൽ ഇപ്പോൾ മന്ത്രിയില്ല. രാധാകൃഷ്ണൻ സത്യത്തിൽ കേരളത്തിലൊരു മുഖ്യമന്ത്രിയൊക്കെയായി മാറാൻ ശേഷിയുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ ഒരു കാര്യമില്ലാതെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചിട്ട് ആ മന്ത്രിസ്ഥാനം ഒഴിവാക്കി ദളിതരുടെ പ്രാതിനിധ്യം ഇല്ലാതാക്കുകയാണ് CPM ചെയ്തത്. അതിനെക്കുറിച്ച് അശോകൻ ചെരുവിലിന് യാതൊരു പരാതിയുമില്ല. അദ്ദേഹം പരാതിപ്പെടുന്നത് ആരെങ്കിലും ഒരാൾ സ്വതന്ത്രമായി വരുമ്പോഴാണ്. വേറൊരു കാര്യം, ഇപ്പോൾ നേരത്തെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരുന്നത് ആദ്യമായിട്ടല്ലല്ലോ. MK സാനുമാഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുണ്ട് എറണാകുളത്ത്. കടമ്പനിട്ട് ആറന്മുളയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുണ്ട്. അതൊന്നും പാർട്ടിയുടെ ആളുകളായിരുന്നില്ല. PT കുഞ്ഞുമുഹമ്മദ് ഗുരുവായൂർ ജയിക്കുമ്പോൾ CPM-ൻ്റെ ആളൊന്നും ആയിരുന്നില്ല, സ്വതന്ത്രമായിരുന്നു. അപ്പോൾ അവർക്ക് സ്വതന്ത്രരെ നിർത്തി മത്സരിപ്പിച്ച സീറ്റൊക്കെ ജയിച്ചെടുക്കാം. പക്ഷേ കോൺഗ്രസ്സുകാർ സ്വതന്ത്രരെ നിർത്തി കഴിഞ്ഞാൽ അത് വലിയ അപരാധം. ആ സ്വതന്ത്ര ഒരു ദളിത് ബുദ്ധിജീവിയാണെങ്കിൽ തീരെ സഹിക്കാൻ പറ്റില്ല. അത് അവരുടെ ഉള്ളിലുള്ളൊരു സവർണ്ണ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. അത് അതിരൂക്ഷമായി നമ്മൾ വിമർശിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ സാമൂഹ്യ നീതിയെക്കുറിച്ച് പറയുമ്പോൾ, അംബേദ്കറെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഉള്ളിലൊരു കള്ളത്തരമുണ്ട്. അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള സാമൂഹ്യ നേതൃത്വത്തെ മാത്രമേ അവർ അംഗീകരിക്കൂ, വേറൊരാളെ അവർ അംഗീകരിക്കരുത്. അത് ശരിയല്ല. ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത്, ജനാധിപത്യ സമൂഹത്തിനകത്ത്
ഏത് സണ്ണി കബിക്കാടനും ഏത് കടമനിട്ടയ്ക്കും മത്സരിക്കാനുള്ള, ഏത് ജാനുവിനും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അത് ജനാധിപത്യത്തിൽ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതിന് അശോകൻ ചെരുവിൻ്റെ വീട്ടിൽ പോയിട്ട് സമ്മതം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഈ ഒരു പ്രോബ്ലം എപ്പോഴും ബാക്കിക്കല്. അതായത് ഇവർ പറയുന്നത് ജാതിയും മതവും നോക്കിയിട്ട് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആളുകളെയാണ് മത്സരിപ്പിക്കുന്നത്. അതാണ് ഒരു വളരെ തെറ്റാണ് എന്ന് പറയുന്നു. ഓക്കെ, തെറ്റാണെന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഒരു കാര്യം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് UDFൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വിവിധ പാർട്ടികളുടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആനുപാതികമായി നോക്കിക്കഴിഞ്ഞാൽ സവർണ്ണ വിഭാഗത്തിൽ നിന്ന് വരുന്നു, പ്രത്യേകിച്ച് നായക വിഭാഗത്തിൽ നിന്ന് വരുന്നു. അവരൊരു എത്രയോ കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ എത്ര മണ്ഡലങ്ങളിലാണ് നായന്മാർ മുന്നിലുണ്ടാവുക? ഇല്ല. അപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുപോലും തെറ്റാണ്. അതായത് ഒരു ജാതി ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഒരു മതം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് അവർ ആ മതത്തിലോ ജാതിയിലോ പെട്ടവരെയാണ് മത്സരിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു കോമൺ ഒരു ഇത് മാത്രമാണ്, എന്താ പറയുക, ഒരു വിശ്വാസമാണ്. അങ്ങനെ അതുപോലും ഇല്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഇതിനെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി അത് പറയുകയും എന്നിട്ട് പറയുമ്പോൾ അതൊക്കെ പറയും. പക്ഷെ ഇത് പറയുന്നത് എവിടെയെങ്കിലും അപ്പം നായന്മാരാണ് മത്സരിക്കുന്നതെങ്കിൽ സവർണരാണ് മത്സരിക്കുന്നത്, ഈ ലോജിക്കൊന്നുമില്ല. ഇതൊക്കെ അവർ ഉപയോഗിക്കപ്പെടാൻ ചിലർ മുസ്ലിം മത്സരിച്ചാൽ അത് പറയും, അത് നമ്മൾ അങ്ങനെ പാടില്ലെന്ന് പറയും. ഒരു ഈഴവൻ മത്സരിച്ചാലും ഇതൊക്കെ പറയും. പ്രത്യേകിച്ച് അയാൾ ഒരു ദളിത് മത്സരിച്ചാൽ അങ്ങനെ പറയും. അയാളൊരു സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ വളരെയേറെ പറയും. അല്ല, അതിൽ ഒരു തമാശ അശോകൻ പറഞ്ഞതിനകത്ത് തമാശ ഉണ്ട്. വിമോചന സമരത്തിന് ഇവരെല്ലാ കാര്യത്തിനും വിമോചന സമരമാണല്ലോ പറയുക. വിമോചന സമരത്തിന് ശേഷമുള്ള കേരളത്തിലാണ് മൊത്തം കുഴപ്പമെന്ന് പറയും. വിമോചന സമരം നടത്തിയ ആളുകളൊക്കെ ഇപ്പോൾ എവിടെയുള്ളത്? വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത മന്നത്ത് പത്മനാഭൻ്റെ പ്രസ്ഥാനമാണ് NSS. അതിപ്പോൾ LDFൻ്റെ കൂടെയാണ്. അതെ, അതിൽ വളരെ സജീവമായി ആക്റ്റീവായി നിന്നയാൾ ശങ്കറിൻ്റെ SNDP ആണ്. SNDP ഇപ്പോൾ ഉള്ളത് LDFൻ്റെ കൂടെയാണ്. തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും എന്ന് വിളിച്ച് പറഞ്ഞ് നടന്ന ഈ നിരണം ബേബിയുടെ കേരള കോൺഗ്രസ്സാണ്. നിരണം ബേബിയുടെ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. മാണിയും ഗണേഷ് കുമാറൊക്കെ കേരള കോൺഗ്രസ്സാണ്. അവരുള്ളത് LDFൻ്റെ കൂടെയാണ്. മുസ്ലിങ്ങൾ വിമോചന സമരത്തിനകത്ത് അത്ര സജീവമായിരുന്നില്ല. അവർ മലബാറിൽ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്തത്. ബാക്കി എല്ലാ സാമുദായിക വിഭാഗങ്ങളും ഉള്ളത് ഇപ്പോൾ LDFൻ്റെ കൂടെയാണ്. എന്നിട്ട് അവർ വിമോചന സമരം എന്ന് പറഞ്ഞു നടക്കുക. അത് എൻ്റെ ഈ വൈരുദ്ധ്യം പോലും ഇവർക്ക് മനസ്സിലാവുന്നില്ല. തങ്ങളുടെ കൂടെയാണ് പഴയ വിമോചന സമര നേതൃത്വം ഉള്ളതെന്നുള്ള കാര്യം പോലും അശോകനെപ്പോലുള്ള ബുദ്ധിജീവികൾക്ക് മനസ്സിലാവുന്നില്ല. അവർ സെറ്റ് ചെയ്ത് വെച്ചൊരു അജണ്ടയുണ്ട്. ആ അജണ്ട സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കാണ് അവകാശം എന്ന ഒരു അജണ്ടയാണ്. അങ്ങനെയാണ് അവർ കരുതുന്നത്. അവർ പുണ്യാന്ന് വിളിച്ചാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. മതനിരപേക്ഷതയുടെ അളവ് പോലും അവരുടെ കയ്യിലാണ്, സാമൂഹ്യ നീതിയുടെ അളവ് പോലും അവരുടെ കയ്യിലാണ്, ജനാധിപത്യത്തിൻ്റെ അളവ് പോലും അവരുടെ കയ്യിലാണ്. അവർ പുണ്യാന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ബ്രാഹ്മണ്യം അവർക്കുണ്ടെന്നാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷേ കേരളീയ സമൂഹം അവരുടെ ഒരു മനോനില ഇതൊക്കെ എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ വസ്തുതകളായി കണ്ട് അതിനനുസരിച്ച് നിലപാടെടുക്കുന്നൊരു സമൂഹം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് പാർട്ടി അടിമകളൊന്നുമല്ല. അവർ കരുതുന്ന പോലെ പാർട്ടിയുടെ അടിമക്കൂട്ടമല്ല. അതുകൊണ്ട് സ്വതന്ത്ര നിലപാടെടുക്കുന്ന മനുഷ്യർക്ക് സണ്ണിയെ ജയിപ്പിക്കേണ്ടി വരും, CK ജാനുവിനെ ജയിപ്പിക്കേണ്ടി വരും, ആ നിലവാരത്തിന് വരുന്ന ആരെയും ജയിപ്പിക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഗവൺമെൻറ് ഇപ്പം എത്രയോ വർഷങ്ങളായി ദളിത് വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈപ്പൻഡ് മറ്റ് സഹായധനങ്ങളൊന്നും കൊടുക്കുന്നില്ല. ദളിതർക്ക് ഭൂമി കൊടുക്കുന്നില്ല. ദളിതരുടെ ഒരുപാട് അവകാശങ്ങൾ തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതവർ കൊടുപ്പിക്കണ്ടേ? ഈ അശോകനെ പോലുള്ളവർ മുൻകൈ എടുത്തിട്ട് ദളിത് കുട്ടികൾക്ക് അവർക്ക് കൊടുക്കേണ്ട സ്റ്റൈപ്പൻറ്റും മറ്റു കാര്യങ്ങളും ഗവൺമെൻറ് കൊടുക്കണമെന്ന് പറയണ്ടേ? ഈ ആശയടക്കമുള്ള 16 ദളിത് MLA ആ കാര്യം നിയമസഭയിൽ ഉന്നയിക്കണ്ടേ? ആരെങ്കിലും ഇത് പറയുന്നുണ്ടോ? അവിടെയാണ് അംബേദ്കർ പറഞ്ഞ പ്രശ്നം വരുന്നത്. പാർട്ടിയുടെ അടിമകളായിട്ട് പോകുന്ന പ്രാതിനിധ്യം, അവരുടെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ പാർട്ടി പറയുന്നിടത്ത് നിൽക്കേണ്ടി വരും. പാർട്ടി അടിമകളായ ഈ ആളുകളുടെ കുറിച്ച് അല്ലെങ്കിൽ അവർക്കാണ് പ്രാധാന്യം. അവരാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അവരുമില്ല, ഒരു വായ ഓർക്കില്ല. പക്ഷെ ആ സമുദായത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ മത്സരരംഗത്ത് ഉണ്ടാകുമ്പോൾ അത് ഞങ്ങൾക്ക് സാധിക്കില്ല. ശരിക്കും ഇത് കേരളീയ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു CK ജാനുവിനെ പോലെയുള്ളൊരു നേതാവിനെ, ആ രാഷ്ട്രീയം പറയുന്നൊരു നേതാവിനെ മത്സരരംഗത്തേക്ക് UDF കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ സണ്ണി കബിക്കാടിൻ്റെ കാര്യം നമുക്ക് വ്യക്തതയില്ലെങ്കിലും അദ്ദേഹത്തെ കൊണ്ടുവരാൻ തീരുമാനിച്ചതായിട്ടാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അത് നമുക്കറിയില്ല, ഉറപ്പില്ല. എങ്കിലും അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരുന്നത് അവരിതുവരെ നിഷേധിച്ചിട്ടില്ല. ഈ ഇപ്പോൾ ഗീതാനന്ദനെ കുറിച്ചുള്ള ഒരു ആലോചനകൾ കേൾക്കുന്നുണ്ട്, അതും നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ നമ്മൾ കണ്ടുവരാത്തൊരു രീതിയാണ്.
ഇത് നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഈ രീതിയിൽ സമുദായങ്ങളുടെ യഥാർത്ഥ പ്രതിനിധികളെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇതുവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരം രാഷ്ട്രീയം പറയുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വീടിനകത്തിരിക്കും, അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. കാരണം അവർ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് അവരങ്ങനെ നിശബ്ദരായി പോകുന്നത്. അങ്ങനെ ഇത്തരം രാഷ്ട്രീയം പറയുന്ന ആളുകൾ മുഖ്യധാരയിൽ ഇടം ലഭിക്കുന്ന ഒരു ഘട്ടം കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ നമുക്ക് കേരള കോൺഗ്രസിന് ഒരു പരിധിവരെ നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ കേരള കോൺഗ്രസിനെ ആളുകളൊക്കെ പരിഹസിച്ചാലും റബ്ബർ പാർട്ടി റബ്ബർ താല്പര്യങ്ങൾ പുലർത്തുന്ന പാർട്ടി എന്ന് പറഞ്ഞാലും അതൊരു വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിലുണ്ട്. കാരണം അത് ഒരു ജെന്യുവിനായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളായിട്ട് നമ്മൾ അതിന് മനസ്സിലാക്കണം. പക്ഷെ അതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ആളുകൾ ഇതിനെ ലെജിറ്റിമൈസ് ചെയ്യാറില്ല നമുക്കറിയാം. അപ്പോൾ ഈ രീതിയിൽ ഒരു വിഭാഗത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധികൾക്ക് മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഇടം നൽകുന്ന ഒരു ആദ്യ ഘട്ടമായി നമ്മളതിനെ മനസ്സിലാക്കാമോ ഇന്നത്തെ ഈ ഒരു? തീർച്ചയായിട്ടും നമ്മൾ കണ്ട ഒരു കാര്യം, ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ച് നൽകണം എന്ന് പറഞ്ഞുള്ള ബില്ല് വന്നു, നിയമം വന്നു. ആ നിയമം റദ്ദാക്കാൻ വേണ്ടി കേരള നിയമസഭ പ്രമേയം പാസ്സാക്കി. ഒരൊറ്റയാളെ അതിനെതിരെ വോട്ട് ചെയ്തു, അത് ഗൗരിയമ്മയാണ്. ഗൗരിയമ്മ CPM ഇല്ല ആ സമയത്ത്, അവർ JSSൻ്റെ നേതാവായിട്ട് നിൽക്കുകയാണ്. ആ നിയമസഭയ്ക്കകത്ത് കടമനിട്ട ഇരിക്കുന്നുണ്ട്, സ്വതന്ത്രനാണ്, ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനാണ്. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിരുന്നോ എന്ന് പാട്ട് പാടിയിട്ട് കേരളം മുഴുവൻ നടന്നയാളാണ് കടമനിട്ട. അദ്ദേഹത്തിന് വിപ്പ് പോലും ഇല്ല, സ്വതന്ത്ര ചിഹ്നത്തിൽ ജയിച്ച ആളാണ്, സ്വതന്ത്രനാണ്. പക്ഷേ വേണേ വോട്ട് ചെയ്യാം, കടമനിട്ട വോട്ട് ചെയ്തില്ല, ഗൗരിയമ്മ വോട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ വ്യത്യാസം. യഥാർത്ഥ പാർട്ടി അടിമകളും യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉള്ളിൽ കൺസീവ് ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം അവിടെ കാണാം. അപ്പോൾ സണ്ണി കബിക്കടായാലും CK ജോനായാലും അവർ ഇത്തരം ഒരു പ്രശ്നം വന്നാൽ വോട്ട് ചെയ്യും. അവർക്ക് പാർട്ടിയുടെ അടിമത്തം നോക്കേണ്ട കാര്യമില്ല. അവർ ഏതെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളുകളല്ല. UDF ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ജാതി മതമൊക്കെ വെച്ചിട്ടാണ് UDF എല്ലാ കാലത്തും ആളുകൾ നിർത്താറുള്ളത്. പക്ഷേ ഈ രീതിയിൽ ഒരു ശക്തനായ യഥാർത്ഥ പ്രതിനിധി എന്ന് ജനങ്ങൾക്ക് തോന്നാവുന്ന ആളുകളെ നിർത്തുന്നത് ഇതെന്തുകൊണ്ടായിരിക്കും? കഴിഞ്ഞ കാലത്ത് നിന്നുള്ള ഈ വ്യത്യാസം UDF ഉണ്ടായൊരു മാറ്റമാണോ, അതോ പൊതുരാഷ്ട്രീയം കുറേയും കൂടിയും സെൻസിറ്റീവായി മാറിയതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അല്ല, ഒന്ന് അംബേദ്കർ രാഷ്ട്രീയം കേരളം പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുണ്ട്. അംബേദ്കറിൻ്റെ ആശയങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും എല്ലാ ദളിത് വിഭാഗങ്ങൾക്കകത്തും അത് വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട്, ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇവർ നടപ്പാക്കിയ നയങ്ങളുടെ ഫലമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് അതേ നയങ്ങൾ നടപ്പാവുകയാണ്. പാപ്പരായി പോയ വലിയ ജനസമൂഹങ്ങളുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, ദളിത് ജനസമൂഹമുണ്ട്, ഒരുപാട് തൊഴിലാളി വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഒരു വലിയ ആകാംക്ഷ, അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള താല്പര്യം, അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പരമ്പരാഗത ഇടതുപക്ഷം ഇപ്പോൾ ഇടത്തരക്കാരിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഉയർന്ന ഇടത്തരക്കാരിൽ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അവർക്ക് കയർ പ്രശ്നമല്ല, ബീഡി തൊഴിലാളിയുടെ പ്രശ്നമല്ല, കശുവണ്ടി തൊഴിലാളിയുടെ പ്രശ്നമല്ല, മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം വന്നിട്ടുണ്ട്. ഇടത് വലതും ഇടതുമായി മാറിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം. UDF കഴിഞ്ഞ കാലത്ത് നിന്ന് വ്യത്യസ്തമായി UDF ഒരു രാഷ്ട്രീയ ബോധ്യത്തിൽ മാറ്റം വന്നു, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയമായ പരിവർത്തനമുണ്ട്. വളരെ ദുർബലമായ സാമൂഹ്യ വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു രീതിയിലേക്ക് ആ രാഷ്ട്രീയത്തെ മാറ്റാൻ അദ്ദേഹം നിർബന്ധിതനായിട്ടുണ്ട്. അതനുസരിച്ചാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു മാറ്റമായിട്ട് ആന്തരികമായിട്ട് കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ഒരു ഇന്റേണൽ മെക്കാനിസം കോൺഗ്രസിന്റെ തീർച്ചയായിട്ടും ഒരു പുതിയ സാമൂഹ്യ എഞ്ചിനീയറിംഗിലേക്ക് കോൺഗ്രസിന് പോകേണ്ടി വരുന്നു. പഴയ കോൺഗ്രസ് ആയിട്ട് ഇടത്തരക്കാരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസിന് നിൽക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് താഴെ തട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് കോൺഗ്രസ് എല്ലാ കാലത്തും ജാതികളൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എങ്ങനെയാണോ ഇടതുപക്ഷം ജാതിയെ പരിഗണിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു പരിധി വരെയൊക്കെ അവരും പരിഗണിച്ചിരുന്നത്. യഥാർത്ഥ വക്താക്കൾക്കല്ല, ജാതി മത താല്പര്യങ്ങൾക്കനുസരിച്ചാണ് കൊടുക്കാറുള്ളത്. യഥാർത്ഥ വക്താക്കൾ എടുക്കാറില്ല അവർ. പക്ഷെ ഇപ്പോൾ ആ മാറ്റം കാണുന്നു. അവർക്ക് ഒരു നിർബന്ധിക്കപ്പെടുകയാണ്. കേരളീയ സമൂഹത്തിനകത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ രാഷ്ട്രീയത്തെ ബന്ധങ്ങളെ അഴിച്ചു പണിയാനായിട്ട് നിർബന്ധിക്കപ്പെടുകയാണ്. ഇതൊരു പോസിറ്റീവായിട്ട് തീർച്ചയായിട്ടും പോസിറ്റീവായ സംഗതിയാണ്. അടിത്തട്ടിലുള്ള മനുഷ്യർക്ക് അവരുടെ ശബ്ദം ഉന്നയിക്കാൻ പറ്റുന്നൊരു വേദി വരുന്നത് പോസിറ്റീവായ കാര്യമാണ്. ജയിക്കാനുള്ള സാധ്യത എങ്ങനെയാണ്? സണ്ണിയം കബിക്കാട് മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ കാണേണ്ടത് ആറന്മുളയിൽ കടമനിട്ട മത്സരിച്ചപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും പ്രവർത്തകർ പോയി അവിടെ നടന്ന് പ്രവർത്തിച്ചിട്ടാണ് കടമനിട്ടയെ ജയിപ്പിച്ചത്. അന്ന് LDFൻ്റെ ഒരു ഉറച്ച മണ്ഡലമായിരുന്നില്ല ആറന്മുള. അതുപോലെ ഇത് വൈക്കം CPIയുടെ സീറ്റാണ്. പക്ഷേ CPIക്കകത്ത് ഏറ്റവും കൂടുതൽ അന്തഛിദ്രമുള്ള ഒരു മണ്ഡലമാണ് വൈക്കം. CPI അവിടെ വളരെ ദുർബലപ്പെട്ടിട്ടുണ്ട്. അവിടെ സണ്ണിക്ക് ജയിച്ചു കയറാനുള്ള സാഹചര്യമുണ്ട്.
ദളിത് രാഷ്ട്രീയത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യർ സണ്ണിയെ പിന്തുണച്ച് അവിടെ പ്രവർത്തനത്തിൽ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് അശോകനെ പോലുള്ളവരെ ഭയപ്പെടുത്തുന്നൊരു കാര്യം. അതായിരിക്കും അവർ പക്ഷേ അതാണ് അവരുടെ ഭയത്തിൻ്റെ കാര്യം.